ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ കാണുന്ന ക്ലോസറ്റിൻ്റെ സൈഡിൽ കൂടി വരുന്ന ഒരു ഗ്യാപ്പ്, ഈ ഗ്യാപ്പ് അടച്ചില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ? അതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം. അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത്, ഞാനല്ല, ഭൂരിഭാഗം ആൾക്കാരും ഇത് ഫില്ലപ്പ് ചെയ്തിട്ട് തന്നെ പോവാറ്. ഇത് ചെയ്യുന്നത് രണ്ട് ഗുണമാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വാൾമൗണ്ട് ക്ലോസറ്റ് പലർക്കും അറിയാൻ പറ്റും, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ക്ലോസറ്റ് ആയിരിക്കും കസ്റ്റമർ നമുക്ക് തരിക, അല്ലെങ്കിൽ തരുന്നുണ്ടാവുക. ആ ക്ലോസറ്റ് ഫിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ ഈ കഴുകുന്ന സമയത്തുള്ള ചെറിയ വേസ്റ്റും കാര്യങ്ങളൊക്കെ ചെറുതായി തീർക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അത് ഈ ഗ്യാപ്പിലൊക്കെ പോയി ഇരുന്ന് ജേംസ് ക്രിയേറ്റ് ചെയ്യും. അതായത് അണുക്കൾ കൃമികളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ അടുത്ത പ്രാവശ്യം ടോയ്ലറ്റിലേക്ക് വരുമ്പോൾ നമ്മളെ മേത്തിലേക്ക് തന്നെയാണ് അത് വരിക. ഇത് പലർക്കും അറിയാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ, അത് ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ക്ലോസറ്റ് വാൾമൗണ്ട് ഒക്കെ ഫുള്ളി അല്ലെങ്കിൽ ടൈപ്പ് ആയിരിക്കും. ഈ ക്ലോസറ്റ് എങ്ങനെ ഫിറ്റ് ചെയ്താലും ഒരു ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാവും. ആ ഷെയ്ക്ക് ഇതോടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് ഒരു കസ്റ്റമറുടെ അടുത്തുള്ള ചോദ്യമാണ്, നിങ്ങളെ വീടുകളിൽ ഇപ്പോൾ എല്ലാവരും പുതിയ വീടുകൾ വെക്കുന്നുണ്ടാവും, ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളെ വീട് കറക്റ്റായിട്ട് ഇതേപോലെ വൈറ്റ് സിമെൻറ്റ് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനി പാക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ല എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കാരണം ഇത് അറിയാൻ വേണ്ടിയിട്ടാണ്, അടുത്തൊരു ജനറേഷൻ വരുന്ന സമയത്ത് ഇവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് സിലിക്കോണിൽ ചെയ്യാം, അതേപോലെ വൈറ്റ് സിമെൻറ്റിലും ചെയ്യാം. 90% ആൾക്കാരും ചിലപ്പോൾ ഇത് ചെയ്യുന്നുണ്ടാവും. ഇത് ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് പ്ലംബർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ.